ഗവർണർക്കെതിരായ ഹർജിയിൽ കേരളം ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. ഹർജി പിൻവലിക്കാൻ സുപ്രീം കോടതിയിൽ അനുമതി തേടുകയാണ്. ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കുന്നതിന് എതിരായ ഹർജിയാണ് പിൻവലിക്കാൻ കേരളം അനുമതി തേടുന്നത്. ഹർജി പിൻവലിക്കുന്നതിനെ കേന്ദ്രം എതിർക്കുന്നു. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റിവെച്ചു. ബി ബാലഗോപാൽ ചേർന്നു. ബാലു, വളരെ പ്രധാനപ്പെട്ടൊരു നീക്കമാണല്ലോ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന്. വിവരങ്ങൾ എന്താണ്? രതീഷ, വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഈ വിഷയത്തിൽ ഇന്ന് കേരളം സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരുന്നത്. ഈ കഴിഞ്ഞ തവണയൊക്കെ ഈ കേസ് പരിഗണിച്ചിരുന്നപ്പോൾ സുപ്രീം കോടതിയിൽ കെ വേണുഗോപാൽ, കേരളത്തിന് വേണ്ടി ഹാജരായിരുന്ന സീനിയർ അഭിഭാഷകൻ കെ വേണുഗോപാൽ ഈ വിഷയത്തിൽ ഒരു വലിയ ഭരണഘടനാ പ്രശ്നമുണ്ട് എന്നും കോടതി അതിൽ വിശദമായി വാദം കേൾക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ കെ വേണുഗോപാൽ തങ്ങൾ ഈ ഗവർണർക്കെതിരെ നൽകിയിരിക്കുന്ന ഹർജി പിൻവലിക്കാൻ വേണ്ടി പോവുകയാണെന്നും അതിന് അനുമതി നൽകണമെന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത്. ഒരു ഹർജി നൽകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പിൻവലിക്കാനുള്ള അവകാശമുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം പറഞ്ഞത് ഈ നിലവിൽ ഗവർണറുടെ പരിഗണനയിൽ ഈ ബില്ലുകൾ ഒന്നും തന്നെ ഇല്ല എന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഹർജി അപ്രസക്തമായി എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ ഈ ഹർജി പിൻവലിക്കുന്നതിനെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ശക്തമായി എതിർത്തു. തുഷാർ മേത്ത പറഞ്ഞത് ഇതിൽ നിയമപരമായ ചില വിഷയങ്ങളുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇത് പിൻവലിക്കാൻ വേണ്ടി അനുവദിക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. തുടർന്നാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് ഈ സുപ്രീം കോടതി മാറ്റിയത്. എന്തുകൊണ്ടാണ് കേരളം ഇത്രയും അപ്രതീക്ഷിതമായ ഒരു നീക്കം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്, അതായത് വിവിധ വൃത്തങ്ങളിൽ നിന്നും മറ്റ് നമുക്ക് മനസ്സിലാകുന്നത് ഈ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിന്റെ ഹർജി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയേക്കുമെന്ന് കേരളത്തിന് ഒരാശങ്കയുണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് തമിഴ്നാട് കേസിൽ സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ച സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു റഫറൻസിനായി കേരളത്തിന്റെ ഹർജി കേന്ദ്രം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് സംസ്ഥാനം ആശങ്കപ്പെട്ടിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് തികച്ചും അപ്രതീക്ഷിതമായി ഈ ഹർജികൾ പിൻവലിക്കാനുള്ള ഒരു ആവശ്യം സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേരളം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും വരുന്ന ചൊവ്വാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാദം സുപ്രീം കോടതിയിൽ നടക്കുന്നതായിരിക്കും. കേന്ദ്രം ഏതായാലും ഇക്കാര്യം ഈ ഹർജി ഒരു കാരണവശാലും പിൻവലിക്കാൻ അനുവദിക്കരുത് എന്ന നിലപാടാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്.